100 വർഷങ്ങൾക്ക് മുമ്പ് നാഗ്പൂരിലെ മോഹിദേവാഡയിലെ ഒരു സാധാരണ വീടിന്റെ മച്ചിൽ ഒരുമിച്ചുകൂടിയ 17 യുവാക്കളുടെ മുമ്പാകെ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ പറഞ്ഞു, ഇന്ന് സംഘം ആരംഭിക്കുകയാണ്. അതായിരുന്നു രാഷ്ട്രീയ സ്വയംസേവക സംഘമെന്ന ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സേവാ സംഘടനയുടെ തുടക്കം. പ്രചാരണ കോലാഹലങ്ങളില്ലാതെ, സ്വന്തമായി ഒരു ഓഫീസില്ലാതെ, അംഗത്വ ഫീസോ, എഴുതപ്പെട്ട ഭരണഘടനയോ, തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളോ ഇല്ലാതെ, സംഘടനയ്ക്ക് ഒരു പേര് പോലും ഇല്ലാതെയാണ് അതിന്റെ യാത്ര ആരംഭിച്ചത്. 1925 വിജയദശമിയുടെ പവിത്ര മുഹൂർത്തത്തിലാണ് ഒരു പ്രഖ്യാപനത്തിലൂടെ സംഘം തുടങ്ങിയത്. അങ്ങനെ കൂടിയ ഒരു കൂട്ടം പൗരന്മാർ രാഷ്ട്രീയ സ്വയംസേവക സംഘമായി രൂപപ്പെട്ടു. രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്കുള്ള അച്ചടക്കമുള്ള കൂട്ടായ്മയായി ആ മഹാപ്രസ്ഥാനം വളർന്നു. സമൂഹത്തിന്റെ സംഘടനയെന്നാൽ സമൂഹവും സംഘവും സമകേന്ദ്രീകൃതവും സമവ്യാപ്തവും ആക്കുക എന്നർത്ഥം. സംഘം മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഭാരതീയ രാഷ്ട്രസങ്കല്പവുമായി ബന്ധപ്പെട്ടതാണ്. ഭാരതത്തെയും അതിലെ ജനങ്ങളെയും ദേവീരൂപത്തിൽ ഭാരതാംബയായി കണ്ട് സേവനം ചെയ്യുകയും ഭാരതത്തിന്റെ ആത്മീയ ധാർമ്മിക മൂല്യങ്ങളെ സംരക്ഷിക്കുകയും ഭാരതത്തിലെ ഹിന്ദുക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയുമാണ് ഈ സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ഹൈന്ദവം എന്നത് ഒരു മതമല്ല, മറിച്ചൊരു ജീവിത രീതിയാണെന്ന് RSS വിശ്വസിക്കുന്നു. സർസംഘചാലക് പദവിയാണ് RSSലെ ഏറ്റവും ഉയർന്ന പദവി. ഈ സ്ഥാനം നിശ്ചയിക്കുന്നത് മുൻഗാമിയായിരിക്കും. 2009 മുതൽ ഇന്നുവരെ ഡോക്ടർ മോഹൻ മധുകർ ഭാഗവതാണ് സർസംഘചാലക് പദവിയിലുള്ളത്. ശാഖ എന്നത് ശിഖിരം എന്നർത്ഥം വരുന്ന ഹിന്ദി പദമാണ്. RSSന്റെ സംഘടനാപരമായ പ്രവൃത്തികൾ നടത്തുന്നത് സംഘശാഖകൾ മുഖേനയാണ്. പൊതുസ്ഥലത്ത് 1 മണിക്കൂർ നിയമേന നടത്തപ്പെടുന്ന കൂടിച്ചേരലാണ് സംഘശാഖ. സംഘശാഖയിൽ പങ്കെടുക്കുന്ന വ്യക്തികളാണ് സ്വയം സേവകർ. കളികൾ, കായിക പരിപാടികൾ, സുഭാഷിതം, ദേശഭക്തി ഗാനങ്ങൾ, അമൃതവചനം, കഥകൾ, പ്രാർത്ഥന തുടങ്ങിയവ കൂടിച്ചേരുന്നതാണ് ശാഖ. സാമൂഹിക സേവനം, സാമൂഹിക അവബോധം വളർത്തൽ, ദേശസ്നേഹം വളർത്തൽ തുടങ്ങിയവയും മറ്റു പ്രവർത്തനങ്ങളാണ്. സംഘത്തിന്റെ ഔദ്യോഗിക വേഷത്തെ ഗണവേഷമെന്നാണ് അറിയപ്പെടുന്നത്. പ്രതിഫലം കൂടാതെ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് RSS പ്രചാരകർ. RSSനൊപ്പം നിൽക്കുന്ന സംഘപരിവാർ സംഘടനകളും ഏറെയുണ്ട്. RSSനെ 3 തവണ നിരോധിക്കപ്പെട്ടു. 1948 മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ആദ്യത്തെ നിരോധനം. RSS സംഘടനാ പ്രവർത്തകർ അപകടകരമായ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാരോപിച്ച് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് നിരോധനം അന്ന് ഏർപ്പെടുത്തിയത്. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കുമെന്ന അനൌദ്യോഗിക ഉറപ്പിന്മേൽ 18 മാസങ്ങൾക്ക് ശേഷം പട്ടേൽ തന്നെ നിരോധനം പിൻവലിച്ചു. അടിയന്തരാവസ്ഥക്കാലത്തായിരുന്നു RSSനുള്ള അടുത്ത നിരോധനം. ബാബറി മസ്ജിദ് വിഷയത്തിൽ 1992 മൂന്നാമതായി സർക്കാർ അന്ന് RSSനെ നിരോധിച്ചത്. എന്നാൽ കേന്ദ്ര ട്രൈബ്യൂണലിന് മുമ്പാകെ നിരോധന നടപടിയെ വിശദീകരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.